ഇപ്പം എങ്ങനെയുണ്ട് ഈ പരസ്യം? ഇപ്പോൾ സജീവമായിട്ട് നേരത്തെ സമസ്തയില്ല മതമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന പല ആളുകളും, അല്ലെങ്കിൽ മുസ്ലിം നാമധാരി മാത്രമായി എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ എല്ലാം വേണമെന്ന് പറഞ്ഞ് ഒരു ബിരിയാണി രൂപത്തിലായിരുന്ന പല നിലപാടുകാരും, പ്രത്യേകിച്ചും രാഷ്ട്രീയ വഴിയിലൊക്കെ നിരന്തരമായി നിൽക്കുന്ന പല ആളുകളും ഇന്നിപ്പോൾ വലിയ സമസ്ത സ്നേഹികളും പാണക്കാട് സ്നേഹികളായിരിക്കുക. വിഷയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഈ സംവിധാനം സമസ്ത മാറ്റി നിർത്തിയ സംവിധാനമാണ്. അതിന് ഇപ്പോൾ കുട്ടികളെ സെലക്ഷൻ ചെയ്യുന്ന സമയമാണ്. മുൻകാലങ്ങളിൽ സമസ്തയുടെ ലേബിളിൽ ആ മഹാ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ റീച്ച് ഉണ്ടായിരുന്നു സമുദായത്തിൽ. സമസ്ത അതിനെ മാറ്റി നിർത്തി. അതോടുകൂടി സമുദായവും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും അതിനെ എന്നോ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ആ സംവിധാനത്തിന്. എന്നാൽ ആ സ്ഥാപനങ്ങളൊക്കെ ഇന്നും സമസ്തയുടെയാണ്. പക്ഷേ സ്വാർത്ഥമോഹികളും അഹങ്കാരികളും രാഷ്ട്രീയ മേലാളന്മാരും പൊങ്ങച്ചവും അഹങ്കാരവും സ്ഥാനമോഹവും ആഗ്രഹിക്കുന്ന ചില പണ്ഡിത വേഷധാരികളും അതിന്മേൽ കടിച്ചു തൂങ്ങിക്കുകയാണ്. സമസ്ത എപ്പോഴും ആ സംവിധാനത്തെ മാറ്റി നിർത്തി അതിനെ സമസ്തയുടെ വഴിയിലേക്ക് വരുന്നില്ലെങ്കിൽ അതിന് ആ നിലക്ക് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സമുദായം അങ്ങനെ ഏറ്റെടുക്കും. ബഹുമാനപ്പെട്ട സമസ്ത മറ്റൊരു സംവിധാനം SNEC ഇവിടെ തുടങ്ങി 3 വർഷമായി. എന്നാൽ 3 വർഷത്തെ ഈ സംവിധാനം 30 വർഷത്തിൻ്റെ മികവോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെലക്ഷൻ നടന്നത്. അത് ഉമ്മത്തും അതിൻ്റെ പ്രചാരകരായ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളൊക്കെ അതിൻ്റെ പ്രചരണം ഭംഗിയോടെ ഏറ്റെടുക്കുന്നു. ആ കാര്യങ്ങളൊക്കെ വൃത്തിയായി നടക്കുന്നുണ്ട്. ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും SNEC സംവിധാനത്തിലേക്ക് ചേർക്കും എന്ന പ്രതിജ്ഞയാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് കേവലം പോസ്റ്റർ പ്രദർശനമല്ല. ഒരു മദ്രസയിൽ നിന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സമസ്തയ്ക്ക് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് കേവലം ഒരു റേഞ്ചിൽ മാത്രം നടക്കുന്നതല്ല. എല്ലാ റേഞ്ചുകളും ഈ തരത്തിലേക്ക് പ്രതിജ്ഞ എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ അവിടെ സെലക്ഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതാണ് സമസ്തയുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം. എന്നാൽ ഇപ്പുറത്ത് നോക്കുങ്ങൾ, സമസ്തയെ മാറ്റി നിർത്തിയ ആ സംവിധാനത്തിന് മുൻകാലങ്ങളിലില്ലാത്ത അത്ര അപജയം, അല്ലെങ്കിൽ കുട്ടികളെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ന് മഹാന്മാരായ മുൻകാലങ്ങളിൽ വഫാത്തായി പോയിട്ടുള്ള സമസ്തകളുടെ ജമിയത്തുലമയുടെ ഉസ്താദന്മാരുടെ വീഡിയോ പ്രചരിപ്പിച്ച് അതൊന്നും കഴിയാഞ്ഞിട്ട് പല ആളുകളെയും രാഷ്ട്രീയ തലത്തിലും പാണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാരൊക്കെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അല്ലാതെയൊക്കെ ഉസ്താദന്മാരെ വിളിപ്പിച്ചു പരസ്യങ്ങൾ നടത്തുകയാണ്. അവസാനം ഇപ്പോൾ പുതിയൊരാളെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ജ്വല്ലറികളും മറ്റും ഉദ്ഘാടനമൊക്കെ കഴിക്കാൻ വേണ്ടി സിനിമാ നടിമാരും സെലിബ്രിറ്റികളൊക്കെ വരുമല്ലോ, എന്നതുപോലെ കറക്റ്റ് ബഹുമാനപ്പെട്ട സമസ്ത മാറ്റി നിർത്തിയപ്പോൾ അത് എവിടെയാണോ എങ്ങനെയാണോ എത്തേണ്ടത്, എങ്ങനെയൊക്കെയാണോ അത് നടക്കേണ്ടത്, അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പുതിയൊരാളാണ് ഇപ്പോൾ അതിൻ്റെ പ്രചരണം ഏറ്റെടുത്തിട്ടുള്ളത്. പറ്റിയ ആൾ തന്നെയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി. ആരാ മനസ്സിലായല്ലോ അല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മറ്റൊക്കെ ഇപ്പോൾ പുതിയൊരു വിങ് വന്നിട്ടുണ്ടല്ലോ, നമ്മളെ വനിതാ വിങ്. അതിൻ്റെ നേതാവ് തന്നെയാണ്. എങ്ങനെയുണ്ട്? അത് പരസ്യത്തിൻ്റെ വോയിസ് കട്ട് ചെയ്തതാണ്. പുറത്തൊരു വീഡിയോ കാണാം. അത് വിഷുക്കണി കൈനീട്ടം വാങ്ങാനോ അത് കാണാനും അതിൻ്റെ ഒരു ആഘോഷം ആശംസകൾ അറിയിക്കാനുള്ള മതേതരല്ലേ, മതേതരം അതാണല്ലോ ഇപ്പം. അങ്ങനെയൊക്കെ ആയാലേ മുസ്ലിം ആവുള്ളൂ, അപ്പോഴേ ഒരു യഥാർത്ഥ മതേതര മുസ്ലിം ആവുള്ളൂ എന്നുള്ളതൊക്കെയുള്ള സങ്കല്പ. അങ്ങനെ ഒരു ബിരിയാണി സംവിധാനം, അല്ലെങ്കിൽ ഈ ഒരു ലിബറൽ ഇസ്ലാമിനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നത് ഈ പരസ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പറയാതെ മനസ്സിലാവും. അതാണ് സമസ്ത നേരത്തെ കാലെ കൂട്ടി ഈ വിഭാഗത്തിൻ്റെ കയ്യിൽപ്പെട്ടാൽ, ഈ സംവിധാനങ്ങളിൽ പോയാൽ സമുദായത്തിൻ്റെ മക്കൾ ഇത്തരത്തിലുള്ള എല്ലാത്തിനെയും എല്ലാം സത്യമാണ്, എല്ലാം വേണമെന്ന് പറഞ്ഞ് ഉമ്മത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക്, യഥാർത്ഥ ദീൻ എന്താണ്, അദബ് എന്താണ്, ഉസ്താദുമാരെ മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും ഇല്ലാത്ത ഒരു ലിബറൽ മുസ്ലിമായി കുറേ ഭാഷയും കുറേ വലിയ വലിയ ഡിഗ്രിയൊക്കെ കിട്ടും, അതൊക്കെയാണ്. പക്ഷേ ഒരദബുള്ള ഒരാത്മീയതയുള്ള തലമുറ ആയിരിക്കില്ല ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മത്ത്, പ്രിയപ്പെട്ട സമസ്ത സ്നേഹികൾ എല്ലാവരും മനസ്സിലാക്കിയതാണ്, ഈ സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിലേ പോകൂ എന്നത്
നമ്മുടെ ഉസ്താദന്മാർ മശായിഖന്മാർ നേരത്തെ കണ്ടത് ഇത് വലിയൊരു സത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം നിൽക്കുക, സമസ്തയുടെ സംവിധാനങ്ങളെ വിജയിപ്പിക്കുക. അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും സമുദായത്തെയും നമ്മെയും പരിശുദ്ധമായ സമസ്തയെയും കാക്കുമാറാകട്ടെ.